സുന്ദർ ദാസ്, വയസ്സ് 35. പേരുപോലെ തന്നെ സുന്ദരനാണെന്നാണ് അദ്ദേഹത്തിന്റെ സ്വന്തം അഭിപ്രായം. ദിവസവും രാവിലെ 8:30 എണീക്കും, വേഗം ദിനചര്യകൾ കഴിഞ്ഞ് ഒരുങ്ങും, അല്ലെങ്കിൽ ബസ് പോകും. സുന്ദർദാസിന് വേണ്ടിയുള്ള ബസ് അല്ല, ലാലിക്ക് വേണ്ടിയുള്ള ബസ്. അപ്പോൾ നിങ്ങൾ ചോദിക്കും, സുന്ദർദാസിന്റെ ആരാ ഈ ലാലി എന്ന്? തൽക്കാലം ആരുമല്ല, സർക്കാരിന്റെ വേറൊരു പതിപ്പാണ് ലാലി. കഴിഞ്ഞ 6 മാസമായി ലാലിയുടെ ഹൃദയത്തിന്റെ പടി കയറി ഇറങ്ങിയാണ് ദാസ്. പക്ഷെ ലാലിയെ നമുക്കങ്ങ് കുറ്റം പറയാനും പറ്റില്ല. സുന്ദർദാസിന്റെ മനസ്സിലുള്ള സ്നേഹം ഇതുവരെ ലാലിയോട് തുറന്നു പറഞ്ഞിട്ടില്ല. പിന്നെങ്ങനെ ലാലി മറുപടി പറയും? ദാസിന് കൂട്ട് വിജയൻ എന്നതുപോലെ സുന്ദർദാസിന് ഒരു കൂട്ടുകാരനുണ്ട്, ചാക്കോ. സ്ത്രീകളുടെ മനസ്സ് എങ്ങനെ അറിയാം എന്ന് ഗൂഗിളിൽ ടൈപ്പ് ചെയ്താൽ ചാക്കോയുടെ പേരായിരിക്കും ആദ്യം വരുന്നത്. ലാലിയെ സ്നേഹിക്കാൻ ഒരുപാട് ഐഡിയകൾ സുന്ദർദാസിനെ പറഞ്ഞു കൊടുത്തിട്ടുണ്ട് ചാക്കോ. പക്ഷേ ഇന്ത്യൻ ഫുട്ബോൾ ടീമിനെ പോലെയാണ് സുന്ദർദാസ് എന്നാണ് ചാക്കോയുടെ അഭിപ്രായം. വൻ പരാജയം. ചാക്കോ ദാസിനെ നോക്കി പറഞ്ഞു, ഇനി ഒരൊറ്റ വഴിയേ ഉള്ളൂ. ആ വഴി എന്താണെന്ന് വെച്ചാൽ നേരിട്ട് ലാലിയോട് ഐ ലവ് യു എന്ന് പറയുക. ഇത് കേട്ട് സുന്ദർദാസ് ശബരിമലയ്ക്ക് പോകാൻ മാലയുമിട്ട് താടിക്ക് കൈയും കൊടുത്തിരിക്കുന്ന സ്ത്രീയെ പോലെ മാനസിക സംഘർഷത്തിലായി. വേറെ വഴിയില്ലെന്നറിഞ്ഞ ദാസ് അവസാനം സമ്മതം മൂളി. സുന്ദർദാസിനെ ചാക്കോ 1001 പ്രാവശ്യമായി ലവ് യു എന്ന് പറഞ്ഞു പഠിപ്പിച്ചു. ബസ് സ്റ്റോപ്പിൽ നിന്ന് ലാലിയുടെ അടുത്തേക്ക് ചെന്ന ദാസ് ശ്വാസം വലിച്ചു പിടിച്ചു. എന്നിട്ട് പറഞ്ഞു, ഇത് തന്നെ കുറെ നേരം പറഞ്ഞുകൊണ്ടിരുന്ന ദാസ് അവസാനം ധൈര്യം സംഭരിച്ച് ലാലിയോട് അത് പറഞ്ഞു. ഐസ്ക്രീം അവിടെ കിട്ടും. മറുപടിക്ക് പോലും കാത്തു നിൽക്കാതെ അവിടെ വിട്ട ദാസ് ചെന്ന് നിന്നത് ചാക്കോയുടെ മുന്നിൽ. നിന്നോട് 3 വാക്കല്ലേ പറയാൻ പറഞ്ഞുള്ളൂ. ശശി തരൂരിന്റെ വാക്കുകളൊന്നും കാണാതെ പഠിക്കാൻ പറഞ്ഞില്ലല്ലോ. വീണ്ടും ദാസിന് ധൈര്യം പകർന്ന ചാക്കോ ലാലിയുടെ അടുത്തേക്ക് ദാസിനെ വീണ്ടും പറഞ്ഞു വിട്ടു. ശബരിമലയിൽ വിധി പ്രസ്താവിച്ചിട്ട് അവിടെ നടക്കുന്ന കലാപം സ്വസ്ഥതയോടെ വീട്ടിലിരുന്ന് കാണുന്ന റിട്ടയർഡ് ജഡ്ജിനെ പോലെ ചാക്കോ ഈ രംഗങ്ങൾ ഒളിച്ചു നിന്ന് വീക്ഷിച്ചു. എന്നിട്ട് അദ്ദേഹം ആത്മകഥ 1 പുറത്തേക്ക് വിട്ടു. പറയണ പട്ടി. പ്രേക്ഷകരെ, സുന്ദർദാസ് അവസാനം അത് പറഞ്ഞു. ഐ ലവ് യു. ലാലി ദാസിനെ നോക്കി ഒരു നിമിഷം നിന്നിട്ട് ഇങ്ങനെ പറഞ്ഞു, Me too. ഓടിക്കോട്ടെ, അവള് മീറ്റുവിന്റെ ആളാ. മീറ്റുവിനെ പേടിക്കുന്ന പുരുഷന്മാരുടെ ശ്രദ്ധയ്ക്ക്, മീറ്റു അല്ല, മീറ്റു അല്ല.